ഉദാഹരണത്തിന് പാപമോചനം തേടേണ്ടത്, പാപങ്ങൾ പുറത്തു നൽകാൻ പ്രാർത്ഥിക്കേണ്ടത് ആരോടൻ? ഏതു മുസ്ലിമിനോട് ചോദിച്ചാലും അറിയാം, അള്ളാഹിനോട്. ഒരു മനുഷ്യൻ പറയുകയാണെന്ന് വിചാരിക്കുക, അറബിയിൽ ഒരു കവിതയാണ്. ഒരാൾ പറയുന്നത് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്റിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ. ഉടമ്പടി പറയുന്നത്. ഒരാൾ പറയുന്നത് ഇർതകബ്തു അലൽ ഖതാ, ഞാനിതാ കുറേ തിന്മകൾ ചെയ്തിട്ടുണ്ട്. ഗൈറ ഹസ്റിൻ വഅദദ്, എന്റെ തിന്മകൾക്ക് യാതൊരു കണക്കും എണ്ണവുമില്ല, അതിനു മാത്രം തിന്മകൾ ചെയ്തിട്ടുണ്ട്. ലക അഷ്കൂ ഫീഹി യാ, ഈ പറഞ്ഞ തിന്മകൾ, ഈ പറഞ്ഞ തെറ്റുകൾ, ഈ പറഞ്ഞ പാപങ്ങൾ, ഈ കാര്യത്തിൽ എനിക്ക് ആവലാതി ബോധിപ്പിക്കാനുള്ളത്. യാന്ന് പറഞ്ഞാൽ അറബിൽ ഹേ എന്നാണ് അർത്ഥം, വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആരെ വിളിക്കേണ്ടി? ഏതൊരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവൻ പറയും അള്ളാഹനെയാണ് വിളിക്കേണ്ടത്. ഞാനിതാ കുറെ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ എല്ലാ പാപങ്ങളുടെയും ആവലാതി പറയാൻ എനിക്കുള്ളത് യാ അള്ളാഹ് എന്നാണ്. അള്ളാഹുവേ, നീയല്ലാതെ എനിക്ക് ആവലാതി പറയാൻ ഒരാളുമില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്നില്ലേ, ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി ഒരാളുമില്ല. ആര് പഠിപ്പിച്ചു തന്ന ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആ. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കവിത ഓരോ മുസ്ലിമായ മനുഷ്യനും അറിയാം. പാപങ്ങൾ ചെയ്തിട്ട് അതിന്റെ ആവലാതി ബോധിപ്പിക്കുക എന്നത് അല്ലാഹുവിന് മുൻപിലേ പാടുള്ളൂ. കവിതയുടെ ബാക്കി എന്താണ്? ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്നാണ്. എന്റെ നബിയെ, നബിമാരിൽ ഏറ്റവും ഉത്തമനായവരെ, എന്റെ സയ്യിദായവരെ, ഞാൻ അങ്ങയോടാണ് ആവലാതി ബോധിപ്പിക്കുന്നത്. മങ്കൂസ് മൗലീദിലെ വരിയാണ് ഈ പറയുന്നത്. മങ്കൂസ് മൗലീദ് എന്ന് പറയുന്ന മൗലീദിൽ ആവർത്തിച്ചു പാടിക്കൊണ്ടിരിക്കുന്ന വരിയാണിത്. തിന്മകൾ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുക എന്നത് മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട വിശ്വാസമല്ല. പാപമോചനം, ഇസ്തിഗ്ഫാർ എന്നത് അള്ളാഹുവിനോട് മാത്രം തേടേണ്ട കാര്യമാണ്. പക്ഷെ ഒരാള് അള്ളാഹുവിന്റെ റസൂലിനോട് തേടിയാൽ അത് ശിർക്കാണ്, അത് ബഹുദൈവാരാധനയാണ്. അത് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ മരിക്കുന്നു എങ്കിൽ, ആ വിശ്വാസത്തിലായിക്കൊണ്ട് അവൻ മരിക്കുന്നു എങ്കിൽ മുശ്രിക്കായിട്ടാണ് മരിക്കുന്നത്.